Hello, dear learners. Welcome to the session on your Discipline Core course B21 Easy 01DC Microeconomics 1. And about me, I am Munir K, Assistant Professor of Economics, Sri Narayana Guru Open University, Kollam. And for today's session, we will be discussing Unit 2 of Block 1. And in your Unit 2, it is titled as Approaches to Microeconomic Analysis. മൈക്രോ എക്കണോമിക് അനാലിസിസ് എന്ന നാമധേയത്തിലുള്ള രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ വിൽ ബി ഡീലിംഗ് വിത്ത് ദി അപ്രോച്ചസ് ടു മൈക്രോ എക്കണോമിക് അനാലിസിസ്, പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ് അനാലിസിസ്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ അനാലിസിസ് ആൻഡ് പാർഷ്യൽ ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആസ് ഡീറ്റെയിൽഡ് ഇൻ യുവർ സിലബസ്. Okay, first we will start with the പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ്. എന്താണ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ്? അതാണ് നമുക്ക് ബേസിക്കായിട്ട്, വളരെ ബേസിക്കായിട്ട് എക്കണോമിക്സിലെ വ്യത്യസ്തമായിട്ടുള്ള അവലോകനങ്ങളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ പരാമർശിപ്പിക്കും, അനാലിസ് ചെയ്യും, അവലോകനം നടത്തും. അതിലൊന്നാണ് ഈ പോസിറ്റീവ് അനാലിസിസ്, നോർമറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തെ വ്യത്യസ്ത തലത്തിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്, നമ്മളതിനെ വിശദീകരിക്കുന്നത്, പരിശോധിക്കുന്നത്, അതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കുഞ്ഞ് ടോപ്പിക്: പോസിറ്റീവ് എക്കണോമിക് അനാലിസിസും നോർമറ്റീവ് എക്കണോമിക് അനാലിസിസും. സോ ഫസ്റ്റ് we will start with the positive economic analysis. By definition, നമുക്കൊരു ഡെഫിനിഷൻ എന്നുള്ള നിലക്ക് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ്, ഡേറ്റ ഓർ ഫാക്ട്. It can proved or refuted by empirical studies. അപ്പോൾ വ്യക്തമായിട്ടുള്ള നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ, ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തെ നമ്മൾ പരിശോധിക്കുന്നതാണ് അല്ലെങ്കിൽ പഠിക്കുന്നതാണ് ഈ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസിലൂടെ. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ഓർ റെഫ്യൂട്ടഡ് ബൈ എംപിരിക്കൽ സ്റ്റഡീസ്. അപ്പോൾ വ്യത്യസ്തമാർന്ന പഠനത്തിലൂടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിസർച്ചൊക്കെ നടത്താറുണ്ട് അല്ലെ, PhD ഒക്കെ ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും, ഒരുപാട് ഡേറ്റകൾ നമ്മൾ പരിശോധിക്കും, ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ പരിശോധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച, നമ്മൾ ഒബ്സർവ് ചെയ്ത ഈ ഡേറ്റയുടെയും ഫാക്റ്റിൻ്റെയും ഒക്കെ അനുമാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, എക്കണോമിക്സിലെ ചില കാര്യങ്ങൾ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തും. അങ്ങനെ വ്യക്തമായ ഒബ്സർവേഷനിലൂടെ, ഡേറ്റകളുടെ സഹായത്തോടെ, ഫാക്റ്റിൻ്റെ സഹായത്തോടെ എക്കണോമിക്സിനെ നമ്മൾ പരിശോധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസസ് ആൻഡ് ഫോക്കസസ് ഓൺ ദി കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എമംഗ് ഡിഫറെൻറ്റ് വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾ പഠിക്കുമ്പോൾ, നമ്മളൊക്കെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സാധനത്തിന് 10 രൂപ, ഒരു പേന വാങ്ങാൻ നമ്മൾ കടയിൽ പോകുമ്പോൾ കടക്കാരൻ നമ്മോട് പറയാണ് 10 rupees ഈസ് ദി പ്രൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് പരിശോധിക്കും. ആ 10 രൂപയ്ക്ക് ഉള്ള, നമ്മൾ കൊടുക്കുന്ന 10 രൂപയ്ക്ക് എന്താണ്, ആ പേനയ്ക്ക് മൂല്യം അത്രയും ഉണ്ടോ, അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പേന ഉണ്ടാക്കാനുള്ള ചിലവ് അത്രയൊക്കെ വന്നിട്ടുണ്ടോ, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കും മനുഷ്യൻ എന്ത് ചെയ്യുക, ഒരു 10 രൂപ കൊടുത്തൊരു പേന വാങ്ങാൻ വേണ്ടി കടയിൽ നമ്മൾ പോവുക. ആൻഡ് ദിസ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് സേസ് ദാറ്റ് വാട്ട് ഈസ് ഓർ വാട്ട് വിൽ ബി, എന്താണ്, എന്തായിരിക്കും എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. സമൂഹത്തിലേക്ക്, ഒരു സമ്പദ് വ്യവസ്ഥിതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ലോ ഓഫ് ഡിമാൻഡ് തത്വം അത് പറയുന്നത് അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. സെറ്ററിസ് പാരിബസ് എന്ന് പറയുന്ന അസംഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഫോർ എ നോർമൽ ഗുഡ് മസ്റ്റ് ബി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് പ്രൈസ്. സെറ്ററിസ് പാരിബസ് അസംഷൻ്റെ അടിസ്ഥാനത്തിൽ അതർ തിങ്സ് റിമെയിൻസ് ദി സെയിം, മറ്റുള്ള ഘടകങ്ങളെല്ലാം തുല്യമായിരിക്കെ മനുഷ്യൻ ഒരു സാധനം വാങ്ങാൻ കടയിൽ പോകുമ്പോൾ 2 കാര്യങ്ങളാണ് പരിശോധിക്കുക: സാധനത്തിൻ്റെ വിലയും ദ ക്വാണ്ടിറ്റി ദാറ്റ് ഹി വാണ്ട് ടു പർച്ചേസ്. നമ്മൾ സാധനങ്ങളുടെ വില കൂടി നിൽക്കുമ്പോൾ വളരെ കുറച്ച് സാധനമേ നമ്മൾ വാങ്ങുള്ളൂ അല്ലേ. ഇപ്പോൾ
സോപ്പിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമ്പോൾ അത് വാങ്ങുന്നതിൻ്റെ എണ്ണം, ക്വാണ്ടിറ്റി നമ്മൾ കുറക്കും. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വില മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമ്പോൾ ആപ്പിൾ വാങ്ങുന്നതിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യും? കുറക്കും. അതാ പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ ദി കമോഡിറ്റി. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ അളവും സാധനങ്ങളുടെ വിലയ്ക്ക് എന്താ പറയുക, ഇൻവേഴ്സ്ലി ആയിട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങാനുള്ള അതിൻ്റെ അളവിനെ നമ്മൾ പറയപ്പെടുന്നത് അല്ലേ. അപ്പോൾ സാധനത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയെ നമ്മൾ വാങ്ങുള്ളൂ. ഇനി സാധനത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സാധനം വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസിൽ നമ്മൾ ഇതാണ് പരിശോധിക്കുന്നത്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് സാധനത്തിൻ്റെ അളവ്, ക്വാണ്ടിറ്റി കുറച്ച് വാങ്ങുന്നത്? ബിക്കോസ് അതിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ വില കൂടുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ അളവ് കുറക്കും. ഈ ഒരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ നിയമം, അതർ തിങ്സ് റിമെയിൻസ് ദ സെയിം, ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്ന ഈ ഒരു തത്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചുമ്മാ അങ്ങ് പറഞ്ഞതല്ല. ഇറ്റ് ഹാസ് ബീൻ ഇറ്റ്സ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ്, ഡേറ്റ ആൻഡ് ഫാക്ട്. വളരെ വ്യത്യസ്തമായ മാർക്കറ്റുകളെ കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻ നടത്തിയതിലൂടെ, ഡേറ്റകൾ പരിശോധിച്ചതിലൂടെ, ഫാക്റ്റുകൾ കണ്ടെത്തിയതിലൂടെയാണ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു നിയമസംഹിത എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ്. ആൻഡ് നൗ വി വിൽ സീ നോർമറ്റീവ് എക്കണോമിക് അനാലിസിസ്. ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് നോർമറ്റീവ് എക്കണോമിക് അനാലിസിസ്. And this normative economic analysis is based on value judgment, and it's about what is good or bad for the economy. ഈ നോർമറ്റീവ് അനാലിസിസിൽ നമ്മൾ ഫാക്റ്റുകളോ വസ്തുതകളോ എക്സ്പെരിമെൻറ്റിലോ ഒന്നും നമ്മൾ ഏർപ്പെടില്ല. കുറേ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുടെ എന്താ പറയുക, ആ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എക്കണോമിയിലെ, സമ്പദ് വ്യവസ്ഥയിലെ കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില ആളുകളെ കുറിച്ചിട്ട് കുറ്റം പറയാറുണ്ട് അല്ലേ. നമ്മുടെ കണ്ണിൽ മറ്റുള്ളവർ പറഞ്ഞ കാഴ്ചപ്പാടിനെ വെച്ചിട്ടാണ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നത്? കുറ്റം പറയുന്നത്. ഇറ്റ്സ് എ നോർമറ്റീവ് അനാലിസിസ്. കാരണം നമ്മൾ അവനെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ല, അവൻ്റെ സാഹചര്യം പരിശോധിച്ചിട്ടില്ല. മറ്റൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ കുറേ പേര് പറഞ്ഞു, അതുകൊണ്ട് അവൻ മോശമാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മളും വിലയിരുത്തുന്നു. അപ്പം അങ്ങനെ ഒരു അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമറ്റീവ് എക്കണോമിക് അനാലിസിസ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഓട്ട് ടു ബി. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ. ഇറ്റ് can't be proved or refuted by investigation based on data or fact. ഫാക്റ്റ് കൊണ്ടോ ഡേറ്റ കൊണ്ടോ ഒന്നും നമുക്ക് ഈ നോർമറ്റീവ് എക്കണോമിക് അനാലിസിസിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒന്നും നമുക്ക് എന്താ പറയുക, ഖണ്ഡിക്കാനോ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും സമർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല. So it simply often expresses what is desirable or undesirable for the economy. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണ് എന്ന് ഓരോരുത്തരുടെയും എന്താ പറയുക, ഒരു സമൂഹത്തിൻ്റെ ഫീഡ്ബാക്കിലൂടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മുൻവിധികളിലൂടെയോ അല്ലെങ്കിൽ ആ മുൻവിധികളുടെയൊക്കെ അഭിപ്രായം ഒക്കെ കണക്കിലെടുത്തിട്ട് അവരൊരു കാര്യം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്ന ഒരു സംഹിതി, അതിനെയാണ് നമ്മൾ നോർമറ്റീവ് എന്ന് പറയുന്നത്. It checks whether a mechanism is good or bad for the interest of the nation and makes value conclusion. For example, നമ്മൾ ഇപ്പോൾ ജോലിയില്ലാത്ത ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ, തൊഴിലില്ലായ്മ വേതനം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ ആളുകൾ പറയും, ഇതൊക്കെ എന്തിനാണ് വെറുതെ ഗവൺമെൻറ് ഇങ്ങനെ കൊടുക്കുന്നത്, ഇതൊക്കെ അൺപ്രൊഡക്റ്റീവ് അല്ലേ, രാജ്യത്തിന് ദൂർത്തല്ലേ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏൺ ചെയ്യുന്ന പണം നമ്മൾ എന്തിനാണ് തൊഴിലില്ലാത്ത ആളുകൾക്ക് വെറുതെ കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ പറയാം, ഇറ്റ്സ് എ നോർമറ്റീവ് അനാലിസിസ്. ദ പെൻഷൻ ഗിവൻ ടു അൺഎംപ്ലോയിഡ് യൂത്ത് ഈസ് ടോട്ടലി അൺപ്രൊഡക്റ്റീവ് ആൻഡ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോർമറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായ സ്വരൂപണം, ഇങ്ങനെയുള്ള അവലോകനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമറ്റീവ് എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാതെ, അതിനെക്കുറിച്ച് എക്സ്പെരിമെൻ്റ് നടത്താതെ, വസ്തുത പരിശോധിക്കാതെ ചുമ്മാ കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ എന്ത് പറയും? നോർമറ്റീവ് അനാലിസിസ് എന്ന് പറയും. അപ്പോൾ എക്കണോമിക്സിൽ ഇതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ,
അതുപോലെ ഗവൺമെൻറ് സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പൊതുവെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും പരിപാടികൾ നടത്തുമ്പോൾ അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക, അതൊക്കെ മനുഷ്യരുടെ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അടിത്തറയുമില്ലാതെ നമ്മൾ കാര്യങ്ങളെ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെയുള്ള അനാലിസിസിനെ നമ്മൾ പറയുന്നതാണ് നോർമറ്റീവ് എക്കണോമിക് അനാലിസിസ്. So now let's move on to the next topic, that's about the short run and long run analysis. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ അനാലിസിസ്. നമ്മൾ ബേസിക് ആയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ മുതൽ ഏറ്റവും ഹയർ ലെവൽ ഓഫ് സ്റ്റഡീസിലും നമ്മൾ എന്നും എക്കണോമിക്സ് പഠിക്കുമ്പോൾ കേൾക്കുന്ന രണ്ട് ടെർമിനോളജീസ് ആണ്. ഒന്ന് ഷോർട്ട് റൺ അനാലിസിസ് ആൻഡ് അനദർ ഈസ് ലോങ് റൺ അനാലിസിസ്. ഷോർട്ട് റൺ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ചെറിയൊരു ടൈം പീരീഡിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ ദീർഘസമയത്തെ കാണിക്കാനായിട്ട്, ലോങ് ടൈം പീരീഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് റൺ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് റൺ മീൻസ് സ്മോളർ ടൈം പീരീഡ്, ലോങ് റൺ മീൻസ് ലോങ് ടൈം പീരീഡ്. സോ ടൈം പീരീഡ് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ എക്കണോമിക് അനാലിസിസ്. നമ്മൾ പഠിക്കുന്ന ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ ടൈം പീരീഡ്, സമയം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നതും പഠന വിധേയമാക്കുന്നതുമൊക്കെ ടൈം പീരീഡ് അനാലിസിസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഹ്രസ്വമായ ടൈം പീരീഡ്, ദീർഘമായ ടൈം പീരീഡ്, ഇവിടെയൊക്കെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലോകത്ത് അനുദിനം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മേഖലകളൊക്കെ നമ്മൾ വളരുമ്പോൾ ഓരോ ടൈം പീരീഡിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് റൺ അനാലിസിസിലും ലോങ് റൺ അനാലിസിസിലും ഒക്കെ നമ്മൾ പഠന വിധേയമാക്കുന്നത്. സോ വി ക്യാൻ മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആസ് ദി ടൈം ചേഞ്ചസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സമയം ഒരുപാട് എടുക്കുമ്പോൾ നമ്മുടെ ഉൽപ്പാദന പ്രക്രിയയിൽ എന്തിന് വേണമെങ്കിലും നമുക്ക് മാറ്റാം, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കൃഷി നടത്തുകയാണ്, ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. നമുക്ക് ഉൽപ്പാദനം ഇപ്പോൾ അടുത്തൊരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ ഇവിടെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലേ? നമ്മുടെ ഒരു പരിധിക്കപ്പുറം ഉൽപ്പാദനം നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ ലാൻഡിൽ നിന്നും കൂട്ടാനായിട്ട് പറ്റില്ല. വേണമെങ്കിൽ തൊഴിലാളികളെ കൂട്ടാം, എന്നല്ലാതെ നമുക്ക് ഈ ലാൻഡിൽ അധിക ലാൻഡ് ഉപയോഗിച്ച് നമുക്ക് കൃഷി നടത്താനായിട്ട് സാധ്യമല്ല. പക്ഷെ നമ്മുടെ മുന്നിൽ കുറച്ച് കൂടി സമയം അധികമുണ്ടെങ്കിലോ, ഒരു ലോങ് ടൈം പീരീഡ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ലാൻഡ് നമുക്ക് വാങ്ങാം, അവിടെ മുഴുവൻ കൃഷി നടത്താം. അങ്ങനെ നമുക്ക് ഉൽപ്പാദനക്ഷമത എന്ത് ചെയ്യാം, ഉൽപ്പാദനം അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. സോ ദാറ്റ് വൈ ഇറ്റ് സേസ് ദാറ്റ് ഇൻ ലൈഫ് ടു most of our choices can be modified more easily in the long period than in the short period of time. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ തന്നെ, ജീവിതത്തിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ ചെറിയ ടൈം പീരീഡിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട്, പരിമിതികളുണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് കൂടി അധികം സമയം കിട്ടുകയാണെങ്കിലോ we will have do wonderful things, അല്ലേ? അപ്പോൾ ചെറിയ ടൈം പീരീഡിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട്. ലോങ് ടൈം പീരീഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ we can make most changes. Okay, so let's move into the details of short run analysis in economics. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഷോർട്ട് റൺ അനാലിസിസ്, ചെറിയ ടൈം പീരീഡ്, ഷോർട്ട് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. So as I said, short run refers to a time period where at least one of the factors of production is fixed. നമ്മളൊരു ഉൽപ്പാദന മേഖല എടുക്കുകയാണെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എങ്കിലും അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ആവാം, വാട്ട് എവർ മേ ബി ടെർഷറി സർവീസ് സെക്ടർ ആവാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എങ്കിലും ഷോർട്ട് റണ്ണിൽ എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. കാരണം അതിന് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ ചെറിയ ടൈം പീരീഡിൽ പറ്റില്ല. സോ ലോങ് ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിലൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇഫ് യു ആർ റണ്ണിങ് എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഒരു ഡ്രഗ് കമ്പനി അല്ലെങ്കിൽ ഒരു മരുന്ന് കമ്പനി നടത്തുന്ന ആളാണ് നിങ്ങളെന്ന് വിചാരിക്കാം. It is easier to change the labor employed and raw materials used in the short run. ആ ചെറിയ ടൈം പീരീഡിൽ നമുക്ക് അവിടുത്തെ മരുന്ന് ഉൽപ്പാദന കമ്പനിയുടെ ഉൽപ്പാദനമൊക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് തൊഴിലാളികളുടെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ എണ്ണം കൂട്ടാം, അതൊക്കെ ചെയ്യാം.
പക്ഷേ നമുക്ക് അവിടെ ഒരു പുതിയൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവരാനോ വലിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനോ ഉള്ളൊന്നും സമയം നമുക്ക് അവിടെ ലഭിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ടൈം പീരീഡ് ഈസ് വെരി ഷോർട്ട്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഈസിയർ ടു ചേഞ്ച് ഓൺലി സം ഫാക്ടർ. അവിടെ കുറേ കാര്യങ്ങൾ എപ്പോഴും എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടെക്നോളജി ഫിക്സ്ഡ് ആയിരിക്കും, മെഷീനറീസ് ഫിക്സ്ഡ് ആയിരിക്കും, ലേബറിനെയോ തൊഴിലാളിയെയോ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെയൊക്കെ നമുക്കവിടെ മാറ്റാം. പക്ഷേ അപ്പോഴും അവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന വസ്തുത ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഉൽപാദനക്ഷമതയിൽ എത്തിക്കാൻ, നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യില്ല, സാധിക്കില്ല. കാരണം അവിടെ ക്യാപിറ്റൽ എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മുടെ കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത്, COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് നമ്മളൊക്കെ ഒരുപാട് മാസ്കും സാനിറ്റൈസറൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്തു, അല്ലേ? മാസ്ക് ഉപയോഗിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, അതൊക്കെ കർശനമാക്കിയപ്പോൾ നമുക്കൊക്കെ മാസ്കും സാനിറ്റൈസറൊക്കെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഇനീഷ്യൽ ടൈം പീരീഡിൽ കോവിഡ് ആദ്യമായിട്ട് പടർന്നു തുടങ്ങിയപ്പോൾ എന്താണ്, ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരുടെ കയ്യിലൊന്നും ആവശ്യത്തിന് വേണ്ട മാസ്കോ സാനിറ്റൈസറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷോർട്ട് റണ്ണിൽ മാസ്കിൻ്റെയും സാനിറ്റൈസറിൻ്റെയും അഭാവം നമ്മളൊക്കെ അനുഭവിച്ചതാണ്. പക്ഷേ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴോ നമുക്കിന്ന് അബണ്ടൻ്റ് ആയിട്ട് എവിടെയും മാസ്കും കിട്ടും, സാനിറ്റൈസറും കിട്ടും. ബിക്കോസ് എന്തുകൊണ്ടാണ്, ലോങ് ടൈം പീരീഡിൽ അവിടെ പുതിയ മെഷീൻസ് കൊണ്ടുവരാനും ടെക്നോളജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് സാധിച്ചു. പക്ഷേ ഷോർട്ട് ടൈം പീരീഡിൽ ഇതിനുള്ള സമയമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ആളുകളുടെ എണ്ണം കൂട്ടാം, തൊഴിലാളികളുടെ എണ്ണം കൂട്ടാം, റിസോഴ്സ് അസംസ്കൃത വസ്തുക്കളുടെ എണ്ണം കൂട്ടാം എന്നല്ലാണ്ട് വലിയ മാനുഫാക്ചറിങ്ങിലോട്ടൊന്നും പോകാനുള്ള സമയം ഷോർട്ട് റണ്ണിൽ ലഭിക്കില്ല. സോ ദാറ്റ്സ് അബൌട്ട് ദി ഷോർട്ട് റൺ അനാലിസിസ്. Now let's go to long run analysis. So as I said, long run ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് all the factor of production are variable. ലോങ് റണ്ണിൽ നമുക്ക് എല്ലാ ഉൽപാദന ഘടകങ്ങളിലും മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. The firms can easily adjust their supply according to the demand, make new investment, expand production and purchase machinery. അപ്പോൾ എന്ത് വേണമെങ്കിലും സാധിക്കുന്ന ഒരു ടൈം ആണ് ലോങ് റൺ ടൈം പീരീഡിൽ. ഓക്കെ, അവിടെ എല്ലാ ഉൽപാദന ഘടകങ്ങളിലും നമുക്ക് മാറ്റം വരുത്താം. നമ്മൾ നേരത്തെ മാസ്കും സാനിറ്റൈസറൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ലോങ് ടൈം പീരീഡ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ മെഷീൻസ് കൊണ്ടുവരാം, കൂടുതൽ ടെക്നോളജി കൊണ്ടുവരാം. അതിനൊക്കെ സാധിക്കുന്ന ഒരു ടൈം പീരീഡാണ് നമ്മുടെ ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാ ഉൽപ്പാദകർക്കും ഡിമാൻഡിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ഉൽപ്പാദനം കൂട്ടാനും പുതിയ മെഷീൻസ് ഒക്കെ വാങ്ങാനും ഒക്കെ ഉള്ള സമയവും സൗകര്യവും ലഭിക്കുന്നു. അപ്പോൾ ലോങ് പീരീഡിൽ പുതിയ ഡിമാൻഡിനനുസരിച്ച് എത്ര തന്നെ നമ്മുടെ ആവശ്യം ഉണ്ടോ അതിനനുസരിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ഉൽപ്പാദനം കൂട്ടാനും പുതിയ മെഷീൻസ് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന ഒരു ടൈം പീരീഡാണ് ലോങ് ടൈം പീരീഡ്, ലോങ് ടെനുവർ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിൽ ഇതിനെയാണ് നമ്മൾ ലോങ് റൺ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് റൺ അനാലിസിസ് ആൻഡ് ലോങ് റൺ അനാലിസിസ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ എക്കണോമിക്സിൽ 2 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പരിചയപ്പെടുന്നത്. സോ വൺ കോമ്പണൻറ്റ് ഈസ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. പാർഷ്യൽ ഇക്വിലിബ്രിയം, ഭാഗികമായിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സന്തുലിത എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ഓക്കെ, ഡിമാൻഡും സപ്ലൈക്ക് തുല്യമാവുന്ന ഒരു പോയിന്റ്. So partial equilibrium is one that is based on only a restricted range of data. വളരെ കുറഞ്ഞ ഡേറ്റ വെച്ചിട്ട് സമ്പദ് വ്യവസ്ഥിതിയിലെ ഇക്വിലിബ്രിയം, സന്തുലിത അവസ്ഥ പരിശോധിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ആർ കൺസിഡറിങ് ദ പ്രൈസ് ഓഫ് എ സിംഗിൾ പ്രോഡക്റ്റ് ഫോർ അനാലിസിസ്. നമ്മൾ നമ്മുടെ അനാലിസിസിന് വേണ്ടിയിട്ട് ഒരു സാധനത്തിൻ്റെ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ വില എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോവാണ്. സോ വി ടേക്ക് ദി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ general assumption of ceteris paribus, so which means other remains unchanged or constant. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം സെറ്ററിസ് പാരിബസ്, അതർ തിങ്സ് റിമെയിൻസ് ദ സെയിം, മറ്റുള്ള കാര്യങ്ങളെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കെ ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അങ്ങനെ ഒരു ഡിമാൻഡും സപ്ലൈ കർവും തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിലെത്തും. ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം. ഭാഗികമായിട്ടും ഒരു എക്കോണമിയിലെ എല്ലാ സെക്ടറും നമ്മൾ അവിടെ എടുക്കുന്നില്ല.
എക്കോണമിയിൽ വളരെ എന്താ പറയുക ഒരു സെക്ടർ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം ഇക്വിലിബ്രിയം നമ്മൾ പരിശോധിക്കുന്നതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. ആൻഡ് ദിസ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാർഷൽ ആൻഡ് ദി കേംബ്രിഡ്ജ് സ്കൂൾ. നമ്മൾ നേരത്തെ പഠിച്ച മാർഷൽ, ആൽഫ്രഡ് മാർഷലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് എക്കണോമിസ്റ്റും അവരൊക്കെയാണ് ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറയുന്ന വിശകലനം എക്കണോമിക്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഓൾ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ആർ കൺസേൺഡ് വിത്ത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ എക്കണോമിക്സ് അല്ലേ, ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്മോൾ എന്നാണ് അല്ലേ. എക്കോണമിയിലെ വളരെ ചെറിയ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുക. അപ്പോൾ മൈക്രോ എക്കണോമിക്സിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇക്വിലിബ്രിയം അനാലിസിസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പോൾ വ്യക്തിഗതമായ സന്തുലിതാവസ്ഥ, ഓക്കെ, ഡിമാൻഡും സപ്ലൈക്ക് തുല്യമാവുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഇക്വിലിബ്രിയം, ഒരു ഫാക്ടറിൻ്റെ ഇക്വിലിബ്രിയം, അതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ പഠിക്കുക. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. എന്താണ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറയുന്നത്? General equilibrium holds that all economic units are assumed to be interdependent. ഇപ്പോൾ നേരത്തെ പഠിച്ചത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ മാത്രം ഇക്വിലിബ്രിയം പഠിക്കുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയം. ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ വി ആർ അസ്യൂംഡ് ദാറ്റ് ദ എൻറ്റയർ യൂണിറ്റ്സ്, എക്കണോമിക് യൂണിറ്റ്സ് ഓഫ് ദ കൺട്രി ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥിതിയിലെ എല്ലാ മേഖലകളും എല്ലാ സാമ്പത്തിക യൂണിറ്റുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥിതിയുടെ പൊതുവായ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ. The general equilibrium analysis, it studies the behavior of all individual decision making units together and simultaneously. ഒരു സമൂഹത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥിതിയിലെ മുഴുവനായിട്ടുള്ള എക്കണോമിക് യൂണിറ്റ്സിനെ നമ്മൾ പഠിക്കുന്നതാണ്, അതിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ പരിശോധിക്കുന്നതാണ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിലൂടെ. ഇതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയവും ജനറൽ ഇക്വിലിബ്രിയവും തമ്മിലുള്ള വ്യത്യാസം. പാർഷ്യൽ ഇക്വിലിബ്രിയത്തിൽ വ്യക്തിഗത എക്കണോമിക് യൂണിറ്റുകളുടെ ഇക്വിലിബ്രിയം പഠിക്കുന്നു. ജനറൽ ഇക്വിലിബ്രിയത്തിൽ വി ആർ ടേക്കിംഗ് ദ ബിഹേവിയർ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡെസിഷൻ മേക്കിംഗ് യൂണിറ്റ്സ് ടുഗെദർ ആൻഡ് സൈമൾട്ടാനിയസ്ലി. മുഴുവനായിട്ടുള്ള ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന സമൂഹത്തിലെ എക്കണോമിക് യൂണിറ്റ്സിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കുന്നതാണ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ. Okay, that's about Unit 2. And dear learners, that's all for today's session, and we will be seen again to discuss Unit 3 in your next session. Thank you.